പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഇപ്പം വളരെ ഒരു തിരക്കിട്ട ജീവിതമാണ്. പലതിന് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയമൊക്കെ നേരത്തെ നമ്മൾ ഈ സമയത്ത് അങ്ങനെ ചെയ്യാം, ഈ സമയത്ത് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തൊക്കെ ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു യാത്രയൊക്കെ പോകാൻ പലർക്കും സമയം കിട്ടാറില്ല. അങ്ങനെ സമയമില്ലെന്ന് പരാതി പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ആളിനെ നമ്മൾ പരിചയപ്പെടേണ്ടത് തന്നെയാണ്. ഇങ്ങനെ പരാതികളൊന്നും ഒരു കാര്യവുമില്ല എന്ന് തെളിയിക്കുകയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഷെറിൻ പി ബഷീർ. ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് ഓഫീസറായ ഷെറിന് ഇതിനകം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണെന്നല്ലേ കാണാം. ഡോക്ടർമാർക്കും രോഗികൾക്കുമൊപ്പം ആശുപത്രിയിലെ തിരക്കേറിയ ജീവിതം, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാത്ത ജോലി സമയം. ഒരു കാലത്ത് കുടുംബവുമൊത്ത് സമയം ചെലവഴിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഷെറിന്. എന്നാൽ കാലം മാറി. ഇന്ത്യയിൽ ഷെറിൻ യാത്ര ചെയ്യാത്ത ഇടങ്ങളില്ല എന്നായി. യാത്ര തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ലിസ്റ്റായിരുന്നു കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ലക്ഷദ്വീപ്, അതുപോലെ താജ്, അങ്ങനെ എല്ലാവരും ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു ലിസ്റ്റായിരുന്നു. പക്ഷെ ഓരോ സ്ഥലങ്ങൾ കണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ലിസ്റ്റ് പതുക്കെ വലുതായി തുടങ്ങി. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഈ 37 വയസ്സുകാരി ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് ഓഫീസറാണ്. 2021 കേരളത്തിന് പുറത്തേക്ക് ഷെറിൻ ആദ്യമായി സഞ്ചരിക്കുന്നത്. ഈ 4 വർഷത്തിനുള്ളിൽ ഒറ്റയ്ക്കും കൂട്ടായും രാജ്യമൊട്ടാകെ സഞ്ചരിച്ചു. ഒഴിവു ദിനങ്ങൾ തെരഞ്ഞെടുത്ത് യാത്ര പോകുന്നതല്ല ഷെറിന്റെ പതിവ്. പകരം അവധി ദിനങ്ങളിലും ഡ്യൂട്ടിയെടുത്ത് ലീവുകളെല്ലാം സ്വരുക്കൂട്ടിയാണ് യാത്രയ്ക്കുള്ള സമയം കണ്ടെത്തുന്നത്. സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനും ഒന്നും മാറ്റി വയ്ക്കേണ്ടതില്ല. എല്ലാ മനുഷ്യന്മാർക്കും സമയം ഒരുപോലെയാണ്. പൈസയും സാഹചര്യവും പെർമിഷനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ടൈം ഇല്ല എന്നുള്ളത് ഒരു റീസൺ അല്ല. ഞാൻ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ആകപ്പാട് ലീവ് എടുത്തിട്ടുള്ളത് യാത്രയ്ക്ക് വേണ്ടി മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ ഡ്യൂട്ടി ടൈമിന് ശേഷവും അല്ലാണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. യാത്ര തുടങ്ങും മുൻപേ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കും. പൊതുഗതാഗതത്തെ മാത്രം ആശ്രയിച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയത്. കൃത്യമായ കണക്കുകൂട്ടലുണ്ടെങ്കിൽ യാത്രകൾ ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമായിരിക്കുമെന്നാണ് ഷെറിൻ പറയുന്നത്. ഷെറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാസ്ത എന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ത്യക്കകത്തും പുറത്തുനിന്നും അംഗങ്ങളുണ്ട്. തന്നെപ്പോലെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു സമ്പൂർണ്ണ യാത്രാ ഗൈഡ് പുറത്തിറക്കുകയാണ് ഷെറിന്റെ അടുത്ത ലക്ഷ്യം. ന്യൂസ് മലയാളം, തൃശൂർ.